ഹായ് ഓൾ, ദിസ് ഇസ് മീ സഹൽ ദ മാർക്കറ്റർ. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ മാത്രമല്ല, ഇതൊരു അവയർനെസ് വീഡിയോ കൂടിയാണ്. എനിക്ക് ഇന്നലെ വന്ന ഒരു എക്സ്പീരിയൻസ് ആണ്, അത് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് എനിക്ക് ഇന്നലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു അൺനോൺ നമ്പറാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. ഒരു ജോബിന് റിലേറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് എനിക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീനിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചിരുന്നതായിരിക്കും. എനിക്ക് അയച്ചൊരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആ ആളുടെ പേരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടായിരുന്നു എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പോൾ അതിൽ ഞാൻ ഇന്നൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു പാർട്ട് ടൈം ആയിട്ടുള്ളൊരു ജോബ് തന്നോട്ടെന്ന് വേണ്ട എനിക്ക് തന്നത്. ഓക്കെ, അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ടൊരു സ്കാം ആയിട്ടില്ല എനിക്ക് ഫീൽ ചെയ്തത്. അതിലെനിക്ക് വന്നൊരു മെസ്സേജിൽ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കൊരു 3 യൂട്യൂബ് ചാനലിലെ ലിങ്ക് അയച്ചിരും. ആ 3 യൂട്യൂബ് ചാനൽ ലിങ്കും ഞാൻ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ 3 ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു എമൗണ്ട് വെച്ച് തരുന്നതായിരിക്കും. ആ ഒരു എമൗണ്ട് എനിക്ക് പറഞ്ഞത് ഒരു 165 രൂപയാണ് എനിക്ക് തന്നത്. ഓക്കെ, അപ്പം എന്നോട് പറഞ്ഞത് ഈ ഒരു 165 രൂപ മാത്രമല്ല, ഇനി അങ്ങോട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ 3000 മുതൽ 15000 രൂപ വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. നമ്മളിത് കാണുന്ന സമയത്ത് നമുക്കൊന്ന് ട്രൈ ചെയ്താൽ മതിയല്ലോ, നമ്മൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു 165 രൂപ അല്ലേ 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെയാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. പിന്നെ ആദ്യം തന്നെ ഇതെങ്ങനെ ഞാനിത് ഫേക്കാണ് സ്കാമാണെന്ന് മനസ്സിലാക്കിയെന്ന് പറയാം. അതായത് എനിക്ക് ഈ ഒരു നമ്പർ അയച്ച സമയത്ത് അവർ പ്രോപ്പറായിട്ട് അവൻ കമ്പനീൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ പേരും ആ കമ്പനീൻ്റെ പേരും ആ കമ്പനീൻ്റെ അവൻ്റെ റോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിന്നൊരു ഡൗട്ട് തോന്നിയ സമയത്ത് ഞാനൊന്ന് ജസ്റ്റ് ഇതൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ശ്രമിച്ചത് ആളെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഞാൻ ആദ്യം തന്നെ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആളുടെ ഫോട്ടോ ഈ ഫേസ് ചെക്ക് ID എന്ന് പറഞ്ഞ വെബ്സൈറ്റ് എടുത്തിട്ട് ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിനു ശേഷം സെർച്ച് ഇൻ്റർനെറ്റ് ബൈ ഫേസ് നമ്മളിവിടെ ജസ്റ്റ് ഒരു പസിൽ ഫില്ല് ചെയ്യുക. സിമ്പിളായിട്ടുള്ള പസിലായിരിക്കും. ആൻഡ് തന്നെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തേക്കാം ഈ ഒരു ഇമേജ് റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു രീതിയിലുണ്ടോ. അപ്പം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് ഏതെങ്കിലും മിസ്യൂസ് ആയിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഏതെങ്കിലും വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോ നിങ്ങൾ ഫേക്ക് ആയിട്ട് ആരെങ്കിലും യൂസ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കത് റിലേറ്റ് ആയിട്ടുള്ള ഒരുപാട് ഇമേജ് വരുന്നുണ്ട്. ഇതിൽ ഞാൻ വിചാരിച്ച പോലെ ഒരാളെ ഫേസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഇമേജ് നിങ്ങൾക്ക് റിവീൽ ചെയ്യുന്നില്ല. ആരെങ്കിലുമൊക്കെ ഇമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവർക്കൊരു പ്രൈവസി ഇഷ്യൂസ് ആവണ്ട. ആൻഡ് അതിനുശേഷം ഞാൻ പിന്നെ ചെയ്തൊരു കാര്യം, ഈ മൊബൈൽ ട്രാക്കർ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് എടുത്തിട്ട് അതിൽ നമ്പർ ഞാൻ ട്രാക്കിനാ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലൊക്കേഷൻ എവിടെയാണുള്ളത് എനിക്ക് കറക്റ്റ് കിട്ടാം. അപ്പോൾ ഞാൻ ആ ട്രാക്കിനാ കൊടുത്തതിന് ശേഷം എനിക്ക് പേര് വരുന്നത് വേറൊരു പേരാണ്. ഞാൻ ഈ ഒരു 2 കാര്യം നോക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി ഇതൊരു സ്കാം ആയിട്ടുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുന്നതിലും സബ്സ്ക്രൈബ് ചെയ്യുന്നതിലും എന്ത് സ്കാം അവിടെ വരുന്നതെന്നുള്ളത്. നിങ്ങൾക്ക് അയക്കുന്ന യൂട്യൂബ് ചാനൽ ലിങ്ക് അത് എത്ര നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും അത് ഡയറക്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പോകുന്നത് ഒരു യൂട്യൂബ് ചാനലിലേക്ക് ആണെന്നുള്ളത്? ഫിഷിംഗ് എന്ന സംഭവം ആ ഒരു ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന പല സോഷ്യൽ മീഡിയൻ്റെ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന യൂസർ നെയിമും പാസ്വേഡും അവർക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി മാത്രമല്ല, നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ കയറാണെങ്കിലും മൊബൈലാണെങ്കിലും നിങ്ങളെ കംപ്ലീറ്റ് ആക്സസും അവർക്ക് എടുക്കാൻ പറ്റുന്നതായിട്ട് സിമ്പിളായിട്ട്. ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഇതിലൊരു റെക്കോർഡ് നിങ്ങൾക്ക് തരുന്നുണ്ട്, ഒരു കോൾ റെക്കോർഡ് നിങ്ങൾക്ക് ഇതിൽ വെക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരാളുടെ മൊബൈൽ കണക്ഷനിലേക്ക് അവർ വേറൊരു കണക്ട് ചെയ്തിട്ടായിരിക്കും ത്രൂ ആയിരിക്കും നമ്മളെ നമ്പേഴ്സ് എടുത്ത് വാട്സപ്പിൽ അയക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ 150 രൂപ കിട്ടും ഇങ്ങനെ ചെയ്താൽ മാത്രം മതി എന്നൊക്കെ പറയുമ്പം സിമ്പിളായിട്ടുള്ള ജോബല്ലെന്നാണ് കണ്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് ചാടി കയറിപ്പോവും. അപ്പോൾ അവിടെ വലിയൊരു സ്കാമാണ് ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ ഇപ്പോൾ നഷ്ടപ്പെടാൻ പോകുന്നത്. നിങ്ങളുടെ ഏത് ഫോണാണെങ്കിലും, ഇപ്പം ഈവൻ ഐഫോൺ ആണെങ്കിലും ആൻഡ്രോയിഡ് ആണെങ്കിലും അറ്റാക്സ് കൊണ്ടുവന്ന് അതിലേക്ക് ഹാക്ക് ചെയ്യാൻ വളരെ സിമ്പിളായിരിക്കും. ഇപ്പം ഞാൻ 1-2 വെബ്സൈറ്റ് ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായി അതൊരു സ്കാമാണെന്ന് മനസ്സിലായി. അപ്പം പല ആൾക്കാരും ഇത് ട്രൈ ചെയ്ത് പോലും നോക്കുന്നില്ല. പെട്ടെന്ന് ആളുടെ മെസ്സേജിൽ വീണ് പോവുക, അവരയക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഇത് മാത്രമല്ല, ഇതിനെപ്പോലെ ഒരുപാട് സ്കാം ഇവിടെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലുള്ള സ്കാമിൽ നിങ്ങൾ പെടാതിരിക്കട്ടെ. ഓക്കെ, അപ്പം ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അവയർനെസ് ആയിട്ടുള്ള വീഡിയോക്ക് വേണ്ടി സഹൽ ദ മാർക്കറ്റർ എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.